അസ്സലാമു അലൈക്കും. ചില കുട്ടികൾ ഇപ്പം ഖുർറത്ത് അയൂനിൻ, കണ്ണിൻ്റെ കുളിർമ എന്ന് പറയുന്ന രീതിയിൽ പെരുമാറ്റമുള്ള കുട്ടികളാണെങ്കിൽ പോലും ഒരു ടീനേജ് ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ ബിഹേവിയർ കുറച്ച് അരഗൻ്റ് ആവാം, അല്ലെങ്കിൽ പേരൻസ് പറയുമ്പോൾ പേരൻസായിട്ടുള്ള റിലേഷൻഷിപ്പിൽ കുറച്ച് ഫ്രിക്ഷനൊക്കെ ഉണ്ടാകും. അതേസമയം നമുക്ക് സാറ് പറഞ്ഞ പോലെ വാല്യൂസ് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് അസേർട്ടീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ് പറയാമോ ടീനേജ് കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള? ഒരു വലിയ പ്രശ്നമാണ് അവർ അവതരിപ്പിച്ചത്. കാരണം നമ്മുടെ കണ്ണിൽ കുട്ടികളും അവരുടെ കണ്ണിൽ അവർ മുതിർന്നവരും, അതാണ് ടീനേജ് എന്ന് പറഞ്ഞാൽ. നമ്മൾ അവരെയും കൊണ്ട് കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുമ്പോൾ അവരോടുന്നത് മുതിർന്ന ആളുകളുടെ സെക്ഷനിലേക്ക് ആയിരിക്കും. കാരണം അവരുടെ ഉള്ളിൽ വളർന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തുടങ്ങി, മീശ വരാൻ തുടങ്ങി, അല്ലെങ്കിൽ ശബ്ദം മാറാൻ തുടങ്ങി, അല്ലേ? അതിൻ്റേതായ വ്യത്യാസങ്ങൾ അവരുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. നമ്മുടെ കണ്ണിൽ പഴയ കുട്ടികളാണ്. നമ്മൾ ഫോണിൽ പഴയ ഫോട്ടോ നോക്കി ഇരിക്കുകയാണ് അവരുടെ. ഇവരെന്തിനാ വലുതായതെന്നാണ് നമ്മൾ ആലോചിക്കണത്. പക്ഷെ അവർ വലുതായി കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം എത്രയും സഹോദരിമാർ ഇവിടെ ഇരിക്കണോ? നിങ്ങളൊരു പെണ്ണായി പിറന്നതിൻ്റെ പേരിൽ നിങ്ങളൊരു 13 വയസ്സോ 14 വയസ്സോ മുതൽ ഒരു 50-55 വയസ്സ് വരെ അനുഭവിക്കേണ്ട കഠിന പീഡകൾ എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇതെന്താ സംഭവം? ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്? എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ, ഹോർമോണിൻ്റെ മാറ്റങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു പുരുഷനുണ്ടോ? ഒരു പുരുഷൻ ഇത് എപ്പോഴെങ്കിലും അനുഭവിക്കേണ്ടതുണ്ടോ? ഒരു വട്ടം, ഒരേ ഒരു വട്ടം. അത് അയാളുടെ ടീനേജിൽ മാത്രമാണ്. ഇപ്പം നിങ്ങൾ മാസത്തിൽ 7 ദിവസത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും. പഴയ ആളല്ല നിങ്ങൾ. ഇന്നലെ പെരുമാറിയതുപോലെ എന്നോട് ഇന്ന് പെരുമാറരുത് എന്ന് പറയും. ഇന്നാൾ പറഞ്ഞതുപോലത്തെ വാക്ക് ഇന്ന് എന്നോട് പറയരുത്, എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് പറയും. ഞാൻ അത്രയും ദുർബലയായി നിൽക്കുന്ന സമയമാണ്, വീക്കാണ്, എനിക്ക് എന്നെ തന്നെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്നൊക്കെ പറയില്ലേ? അതെന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകണമുണ്ടാ. ഹോർമോണിൻ്റെ മാറ്റങ്ങൾ, നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സംഘർഷം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ? ആ സംഘർഷം ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്ന മറ്റൊരു സമയമുണ്ടെങ്കിൽ അത് ടീനേജിൽ മാത്രമാണ്. അത്രയും സംഘർഷമാണ് അയാളുടെ ഉള്ളിൽ നടക്കുന്നത്. അയാൾക്ക് തന്നെ അയാളെ പിടിച്ചാൽ കിട്ടില്ല. നമ്മളോട് ദേഷ്യപ്പെടും, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയും, അമ്മച്ചി എനിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്ന് പറയും. പാരൻസൊക്കെ വന്നിട്ട് പറയില്ലേ, 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി ഇവനാകെ മാറി, അല്ലെങ്കിൽ ഇവളാകെ മാറി, അനിയത്തിയോട് ശരിക്കും പെരുമാറുന്നില്ല, ഞങ്ങളോട് മിണ്ടുന്നില്ല, ഞങ്ങൾ വിളിച്ചാൽ വരുന്നില്ല. പണ്ടൊക്കെ ഞങ്ങൾ വിളിക്കുന്നതിന് മുമ്പ് കാറിലിരിക്കുന്ന ആളായിരുന്നു, ഓടി വരുന്ന ആളായിരുന്നു. ഇപ്പം ഞങ്ങൾ വിളിച്ചാലും വരില്ല, ഓൻ എവിടെയും പോകണ്ട, ആരോട് സംസാരിക്കണ്ട, അങ്ങനെയൊക്കെ പറയില്ലേ? ഇതെന്താ സംഭവം? ആ കുട്ടിയുടെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ഒരു സംഘർഷമുണ്ട്, അതിൻ്റെ ഭാഗമാണ്. അത് കാലാകാലം നിൽക്കുന്ന ഒന്നല്ല, അതൊരു സമയം മാത്രമാണ്, അത് മാറും. വളരെ അഗ്രഷനൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് അത്രയും നിയന്ത്രിക്കാനാവാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല തെറപ്പിസ്റ്റുകളെ കണ്ട് അവന് വേണ്ട സൈക്കോ തെറപ്പികൾ കൊടുക്കണം. മെഡിസിൻ അല്ല, സൈക്കോ തെറപ്പികൾ കൊടുക്കണം, കൗൺസിലിംഗ് പോലെയുള്ള. അവൻ അത്രയും വൈബ് തോന്നുന്ന ഒരാൾ പറഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ കേട്ടോ. അതിന് പറ്റുന്ന തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട്, കാരണം നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആരാ നമുക്കറിയില്ല. ഒരു പരിധി സമയം വരെ നമ്മളായിരിക്കും, നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളല്ല, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ആളുകളാണ്. അപ്പോൾ ആ ഏജിലുള്ള കുട്ടിയുടേതായ ആവശ്യങ്ങളുണ്ട്, അവൻ്റേതായ ചോദ്യങ്ങളുണ്ട്, അവൻ്റെ നീഡുണ്ട്, അവൻ്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ. ആ ഏജിലുള്ള ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ മുഖത്തുള്ളൊരു ചെറിയ കറുത്ത മറുകൊക്കെ ആ കുട്ടിക്ക് ലോകത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കും. നമ്മൾ ചോദിക്കും, ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ അങ്ങനെ സങ്കടപ്പെടുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കും. അത് നമ്മുടെ കണ്ണിലാണ്, പക്ഷെ അയാളുടെ കണ്ണിൽ അത് വലിയ കാര്യമായിരിക്കും. അപ്പോൾ അതൊരു സമയമാണ്. ആ കുട്ടികൾ ആ സമയം കടന്നു പോകും. പക്ഷേ അതേപോലെ തന്നെ നമുക്ക് നിയന്ത്രിക്കാനാവാത്ത വലിയ പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, കുട്ടിയുടെ ലൈഫിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സൈക്കോ തെറാപ്പി കൊടുക്കണം. അതിന് അവൈലബിളായ രീതിയിൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. ആ ഏജിനെ കുറിച്ചൊക്കെ അത്രയും പഠിച്ച് മനസ്സിലാക്കിയ ആളുകളുണ്ട്. അവരെ കണ്ട് അത് തെറാപ്പി കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് ഏതെങ്കിലും ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ആ ഏജിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടിയും ആ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, സൂറത്ത് റൂമിൽ പഠിച്ചവൻ പറഞ്ഞ 3-ാമത്തെ കാര്യം,
എന്തായിരുന്നു? കാരുണ്യം എന്നാ. ആ കുട്ടി ഉണ്ടല്ലോ, ഈ ടീനേജിലുള്ളൊരു കുട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്നെ ഒന്ന് മനസ്സിലാക്കിയെങ്കിൽ എന്നാണ്. അതവൻ പറയുന്നില്ല, അല്ലെങ്കിൽ അവൾ പറയുന്നില്ല, കാരണം അവൾക്ക് തന്നെ അറിയില്ല ഇതെന്താ സംഭവം എന്ന്. പക്ഷേ കൂടെയുള്ള മനുഷ്യർ എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നായിരിക്കും ആ കുട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നുണ്ടാവുക. നമുക്ക് ദേഷ്യം വരും, ചൂടാവും, ഇതൊക്കെ ചെയ്യും. അതൊക്കെ നമ്മുടെ പ്രകടനങ്ങൾ മാത്രമാണ്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാന്നുള്ള മാത്രം. ഇപ്പം നമ്മളൊരു കോഴ്സ് ചെയ്തിരുന്നു, ഞാനും അവളൊരു കോഴ്സ് ചെയ്തിരുന്നു കോഴിക്കോട്. സമയം കഴിഞ്ഞോ? നിർത്താട്ടോ. ഒരു കൗൺസിലിങ്ങിൻ്റെ ഒരു കോഴ്സ് ആയിരുന്നേ. അപ്പോൾ അതിലൊരു പോലീസുകാരനുണ്ടായിരുന്നു. പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരാളാണ്, ഫേമസ് ആയ ഒരാളാണ്. അയാൾ ആ കോഴ്സ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. 6 മാസത്തെ ഒരു കോഴ്സായിരുന്നു. അങ്ങനെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് പോകുന്ന സമയത്തൊരു ഫെയർവെൽ ഉണ്ടായിരുന്നു, സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് അയാൾ പറഞ്ഞ എന്താ അറിയോ, ഞാൻ ഈ കോഴ്സിന് വന്നത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ മോന് ടീനേജിൽ വന്നതോടുകൂടി പറഞ്ഞില്ലേ ഇതൊക്കെയായിരുന്നു. അവൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറി. അവൻ്റെ ചങ്ങാതിമാരൊക്കെ ആകെ പ്രശ്നക്കാരായിരുന്നു. ചങ്ങാതിമാർ വരിക, കളി കണ്ടിരിക്കുക, പഠിക്കൂല, ഇങ്ങനെയൊക്കെയായിരുന്നു. അവൻ്റെ പെരുമാറ്റത്തിൽ ഭയങ്കര ദേഷ്യം, ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അവനെ എന്ത് ചെയ്യണം എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് ഈ കോഴ്സ് എടുക്കാൻ വന്നത്. പക്ഷേ ഈ കോഴ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനായിരുന്നു മാറേണ്ടത്. ഞാൻ അവനോട് ദേഷ്യപ്പെടുന്നൊരു അച്ഛനായിരുന്നു. അവൻ ചെയ്യുന്നതൊന്നും എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ കുട്ടിയോട് ഏറ്റവും കമ്പനിയായൊരു അച്ഛനായിരുന്നു. പക്ഷേ അവൻ ടീനേജിൽ അവൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഞാൻ മാറി. ഞാനാകെ ഡിസ്റ്റേബ്ഡായി, എൻ്റെ പെരുമാറ്റം മോശമായി, അതെൻ്റെ കുട്ടിയെ ബാധിച്ചു. ഞാൻ എൻ്റെ കുട്ടിയെ ഒന്ന് തൊട്ടിട്ട് പോലും എത്രയോ ദിവസങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാനാണ് മാറേണ്ടത്. ഇപ്പം എൻ്റെ കുട്ടിയുടെ ചങ്ങാതിമാർ വീട്ടിൽ വരുമ്പോൾ ഞാൻ അവരുടെ കൂടെ ഇരിക്കും. എൻ്റെ മോന് ക്രിക്കറ്റ് കാണുന്ന സമയത്ത്, ഫുട്ബോൾ കാണുന്ന സമയത്ത് അവനിപ്പോൾ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കാണും. നമ്മളെ ഏറ്റവും അധികം സംസാരിക്കേണ്ടത് ആരോടാണെന്നറിയോ? നമ്മുടെ കുട്ടികളോടാണ്. അതിനെന്ത് വേണമെന്നറിയോ? അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചില കാര്യങ്ങളുണ്ടാവും, അത് നമ്മൾ പഠിച്ചെടുക്കേണ്ടി വരും. കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാവില്ല അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ബാഴ്സലോണ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബ് എങ്ങനെ ഉണ്ടായി എന്നും അതെങ്ങനെ വളർന്നു എന്നും എനിക്ക് പഠിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ പഠിക്കേണ്ടി വന്ന്. നമ്മുടെ നാട്ടിൻപുറത്തെ ഒരു ക്ലബ്ബ് പോലെ ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട് ഇന്ന് ലോകം ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയ ക്ലബ്ബുകളിൽ ഒന്നാണ് ബാഴ്സലോണ. ഫുട്ബോളിൻ്റെ ക്ലബ്ബാണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററിയും അതിൽ കളിച്ച ആളുകളും അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് പഠിക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? 13 വയസ്സുള്ള ഒരാളോട് സംസാരിക്കണമെങ്കിൽ എനിക്ക് ബാഴ്സലോണയെക്കുറിച്ച് അറിഞ്ഞേ പറ്റൂ. ഇപ്പം നടക്കുന്ന കളി എന്തൊക്കെയാണെന്ന് അറിയണം. ഫുട്ബോളിൻ്റെ എല്ലാ ഇന്ദ്രജാലങ്ങളും പഠിച്ചെടുത്തേ പറ്റൂ. എന്നാലേ എനിക്ക് അവനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ വാപ്പാക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും, ഉമ്മാക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും.